നമ്മളിപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്ത, അതായത് 500 ഏക്കർ, ഞാൻ ഇന്നലത്തെ വീഡിയോക്കകത്ത് കാണിച്ചായിരുന്നു, 500 ഏക്കർ കാടിന് നടുക്കാണ് നമ്മൾ സ്റ്റേ ചെയ്തത് ഒരു വീട്ടിൽ. നമ്മൾ അവിടെ നിന്ന് കൊടൈക്കനാലിലേക്ക് യാത്ര പോവുകയാണ്. മണി, എന്താണ് പറയാനുള്ളത്? ഇനി കൊടൈക്കനാൽ വൈബാണ് ഗായ്സ്. ഇനി കൊടൈക്കനാൽ വൈബ്. കൊടൈക്കനാൽ ചെന്നിട്ട് നമ്മൾ PVനെ ഗുണ കേവിൽ തള്ളിയിടുന്നു. ഇടുക്കിയിലെ ഫോറസ്റ്റുകളിലൂടെ നമ്മൾ നടന്ന് ഫുൾ തീർന്നു. ട്രക്കിംഗ് ആയിരുന്നു ഗായ്സ്. എല്ലാവരുടെയും കാലിലൊക്കെ പണിയായി. നമുക്ക് ആ വീട്ടിലോട്ട് പോകാനായിട്ട് ഒരു 6 കടക്കണമായിരുന്നു. എത്ര കാടും മേടും കടന്നാന്നറിയാം നമ്മുടെ യാത്ര. അപ്പൊ നമ്മുടെ യാത്ര ഇതാ വീണ്ടും തുടരുകയാണ്. അപ്പൊ നമുക്ക് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കയറി കാണാത്തവർ. അപ്പൊ ഇനി തുടരും വീഡിയോ കാണുന്നവരെ നമ്മൾ കേരളം വിടുകയാണ്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ്. നമ്മൾ തമിഴ്നാട് കടന്നു കഴിഞ്ഞു. ഈ പമ്പ് കഴിഞ്ഞതോടെ നമ്മൾ തമിഴ്നാട്ടിൽ കയറിയിരിക്കുന്നു. നമ്മളിതാ കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴി നമ്മളിവിടെ തമിഴ്നാട് ഒരു പെട്രോൾ പമ്പ് ചവിട്ടിയിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ നമ്മൾ പെട്രോൾ അടിക്കാനും ഇവിടെയൊക്കെ ടോയ്ലറ്റിൽ പോകാനൊക്കെയാണ് കയറിയിരിക്കുന്നത്. PV, അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മളിപ്പം തമിഴ്നാട് തിരട്ടി ഗ്രാമമായ കമ്പത്താണ് നിൽക്കുന്നത്. തിരട്ടി ഗ്രാമം എന്ന് ഞാൻ പറഞ്ഞാണ്, ഒരു ഓളത്തിന് പറഞ്ഞത്, അങ്ങനെയൊന്നും ഇല്ല. നമ്മള് അട്ടകളിൽ നിന്നും മോചനമായാണ് തമിഴ്നാട്ടിലെത്തിയിരിക്കുന്നത് ഗൈസ്. കൊടൈക്കനാലിലേക്ക് നമ്മൾ പോവുകയാണ് ഗായ്സ്. കണ്ടറിയാം. പോലീസ് ചെക്കിംഗ്, ഡിക്കി തുറക്കാൻ പറഞ്ഞു. ലിക്കർ ഉണ്ടോ അകത്ത് നോക്കാൻ. മണിയണ്ണനെ കണ്ടിട്ട് 3ാമത്തെ ചെക്കിംഗ് ആണ് ഗൈസ്. എന്തൊരു കഷ്ടം. ഇത് കണ്ടോ? പേപ്പർ കാണിച്ചു. ലൈസൻസ്. ഞാനും കൂടെ ഒരു പണി കിട്ടി. നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് മണി എന്ത് പറഞ്ഞു? എന്തിനാടാ എന്താ പറഞ്ഞ? എന്താ അവര് വന്നു അയ്യോ, അവരുടെ ബാഗ് എല്ലാം പരിശോധിച്ചുകൊണ്ട് ഗൈസ് നമ്മൾ ഫാമിലി ആയതുകൊണ്ട് അവര് വെറുതെ കുട്ടിക്കൊണ്ട് ചെക്ക് ചെയ്തില്ല. ചെക്ക് ചെയ്യാണ് ഗൈസ്. ഡോറെല്ലാം അടച്ചു. ഡോർ അടച്ചില്ലെങ്കിൽ ഇതിനകത്ത് സൗണ്ട് കൊടൈക്കനാലിലേക്ക് കുപ്പിയായിട്ട് കേറാനേ പറ്റില്ല. ഓ മൈ ഗോഡ്. പക്ഷെ അവിടെ ചെന്നിട്ട് നമുക്ക് മേടിക്കാം. അവിടുത്തെ ബില്ല് വെച്ചാൽ അതിനകത്ത് ഒരു പെണ്ണിരിപ്പുണ്ട്. അതാ സംഭവം. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. 2 ഫാക്ടർ വെരിഫിക്കേഷൻ നടത്തിയിരിക്കുന്നു. എനിക്ക് ഒന്നാമത് പേടിച്ച് പറഞ്ഞിരിക്കുക. ആർക്കും മുള്ളാൻ പോണോ? അമ്മ വിട്ടില്ല പോലീസിനെ കണ്ടപ്പോ. അല്ല, അതിന്റെ ഇടയ്ക്ക് അവന്മാര് പറഞ്ഞു ഇൻഷുറൻസ് ഇല്ലെന്ന്. ഇൻഷുറൻസ് കയ്യിലാണ്. സെറ്റാക്കി വെച്ചാൽ അടുത്ത പിടുത്തം പണി അത് ഒന്ന് റെഡിയാക്കി വെക്കണം. ഞാൻ അയാളെ പിന്നെ വിട്ടാ. ഓക്കെ ഗായ്സ്, ബൈ. ഹലോ ഗായ്സ്, അപ്പം വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളപ്പം കൊടൈക്കനാൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മളപ്പം എത്തിയപ്പോൾ ഇവിടെ ഇത്തിരി ലേറ്റായി പോയി. നമ്മളപ്പോൾ റൂമൊക്കെ എടുത്തിട്ട് നമ്മളിത് നടക്കാൻ ഇറങ്ങിയൊക്കെയാണ്. അപ്പം നമ്മളിവിടെ കാട്ടുള്ളി തരത്തിൻ്റെ കട കണ്ടു. നമ്മൾ റൂമൊക്കെ എടുത്ത് കറങ്ങാറിരിക്കുകയാണ് ഗായ്സ്. കൊടൈക്കനാൽ എത്തിയപ്പോഴേക്ക് ഭയങ്കര ബ്ലോക്കാറ്. നമ്മൾ ലേറ്റായി. നമ്മളിവിടെ കാട്ടിലോട്ട് ട്രൈ ചെയ്യാൻ വന്നേക്കുവാണ്. നമുക്കിനി കാട്ടിലോട്ട് ട്രൈ ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കട വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാട്ടുള്ളി ഉണ്ടെന്ന് അറിയാൻ പറ്റി. അപ്പോൾ നമ്മളിവിടെ കാട്ടുള്ളി പരീക്ഷിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഇവർ കാട്ടുള്ളി പരീക്ഷിക്കുന്നു. കാട്ടുള്ളി എന്താവും ഏതാവുന്നൊന്നും അറിയത്തില്ല. കാട്ടുള്ളി പരീക്ഷിക്കുകയാണ് ഗൈസ്.
ചേച്ചി മലയാളിയാണോ? അറിയാല്ലേ? അത് ശരി. ഓ ഗൈസ്, അമറ പണിവാളി ഗൈസ്. ഭയങ്കര ഫിറ്റാണ് ഗൈസ്. ദേ ഇതാ സുന്നാമ്മ പരീക്ഷിക്കാൻ പോവാണ്. സുന്നാമ്മ പരീക്ഷിക്ക്. സുന്നാമ പരീക്ഷിക്കൂ. സുന്നാമ പരീക്ഷിക്കൂ. പരീക്ഷിക്കൂ. ഇത് വെച്ചോ നമുക്ക് തുമ്മല് കളയുന്നുണ്ട്. തുമ്മലിന് ഒരെണ്ണം തേച്ച് തേക്ക്. പൈസ കൊടുത്തു തേച്ച് തന്നു. ചേച്ചി ഇങ്ങനെ എടുത്ത് ചേച്ചി ഇങ്ങനെ എടുത്താൽ മതി. നീ ഇങ്ങനെ എടുത്താൽ മതി. അത്രേ മതി. അടുത്ത വലിച്ച് കേറ്റൊക്കെ ഉണ്ട്. ഗൈസ്, നമ്മുടെ സുന്ന അതേ മിഠായി മേടിച്ചിരിക്കുന്നു. ചോക്ലേറ്റ്. ഇമ്മിളി ടേസ്റ്റ് പാറിയിട്ട് മേടിക്കാം. ടേസ്റ്റ് പണിയിട്ട് മേടിക്കാം. ഇത് പുളിയുടെ എന്തോ ഒരു മിഠായിയാണ്. നമുക്കപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് മേടിക്കാം. അപ്പോൾ അവരിവിടെ ടേസ്റ്റ് ചെയ്യാൻ തരും. അത് നല്ലൊരു കാര്യമാണ്. ടേസ്റ്റ് അടി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല അല്ലേ? അതെ, പുളിമുട്ടായി പുളി കട്ടായിട്ട് ഭൂമിച്ചുണ്ട് വേറെ ഉള്ളത്. സൂപ്പർ. എനിക്ക് വേണ്ട പഞ്ചസാര മധുരം വേണ്ട, എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഞാൻ ഷുഗർ കട്ടാണ് ഗൈസ്. ഞാൻ ഷുഗർ കട്ടൊക്കെയാണ്, പക്ഷെ നമ്മൾ അപ്പോൾ അതിശക്തമായ തണുപ്പ് കാരണം നമ്മൾ ചായ കുടിക്കാൻ കടയിൽ കയറി ഗൈസ്. ഇതാണ് നമ്മുടെ കട. ചായ 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 വേണോ? കോഫി വേണോ? വെറൈറ്റിയാണ്. ഇൻസ്റ്റന്റ് കോഫി, ഫിൽറ്റർ കോഫി, ഫിൽറ്റർ കോഫി 40 രൂപ, ഇൻസ്റ്റന്റ് കോഫി 20 രൂപ. ഇൻസ്റ്റന്റ് കോഫി 5 ഇൻസ്റ്റന്റ് കോഫി. 5 ഇൻസ്റ്റന്റ് കോഫി, ഒരു വിത്തൗട്ട് ടീ, ഒരു ടീ, സാധാ ടീ. 2 ടീ ഉണ്ട് മൊത്തം. 2 ടീ, 1 വിത്തൗട്ട്. നീ കൺഫ്യൂഷൻ ആക്കല്ലടാ. ചേച്ചി എപ്പോഴും ഇവിടെ കട ഇതൊന്നും ചെയ്യുന്നില്ല. ചേച്ചിക്ക് അറിയാം. 2 ചായ, ഒരു വിത്തൗട്ട്. അപ്പടി സൊല്ലണം PV. നിനക്ക് തെറിയാത്. നിനക്ക് ഇനിയും കൊഞ്ചം കൂടി ഇത് വേണം. തെരിയണേ. എന്താ പ്രോബ്ലം? എന്തുവാ ഗൈസ്, നമ്മുടെ ചായ വന്നു ഗൈസ്. കൊടൈക്കനാലിലെ ചായ, ചൂട് ചായ. കോഫി ഞാൻ കൊണ്ടുവന്നു. ഞാൻ പയ്യെ ഇരുന്നിട്ട് ഇങ്ങനെ പൊക്കി. ഇവിടെ നമ്മുടെ സുന്നപ്പെണ്ണകിന് കാട്ടുചെടി വീട്ടിൽ കൊണ്ട് നട്ടാലേ ഉറക്കം വരുത്തുള്ളൂ. അതുകൊണ്ട് നമ്മള് ഇടുക്കി പോയ വീട്ടിൽ നിന്ന് ഉള്ള കാടും പടലും എല്ലാം പറിച്ച് വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മളെ PV പറഞ്ഞ പോലെ ഫോറസ്റ്റുകാർ പിടിക്കും ഗൈസ്. നാടൻ മടലെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകും. അതും കൊടൈക്കനാലിന്റെ ചെടി പറിച്ചോണ്ട് നല്ല വിശപ്പുമായിരിക്കും അമ്മേ. മണത്തു ചത്തു. പിന്നെ അതൊക്കെ വീട്ടിലുള്ളതോ അമ്മേ? അല്ല, അതല്ല ഈ കളർ ഇതല്ലോ അമ്മ. ആ കളർ എല്ലാം മിക്സ്ഡ് ആണ്. ഒരു വണ്ടി തന്നെയാണ് 2 എണ്ണം വരുന്നത്. ബഡ് പോലെ അത് തന്നെ ആവുന്നതാണ്. മഴയുടെ കോളുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ച് റൂമിൽ പോകുന്നു. ഓക്കെ ബൈ. അപ്പൊ നാളെ നമുക്ക് കൊടൈക്കനാൽ ചെന്നിട്ട് കാണാം. ഫുഡ് കഴിക്കാൻ പോകണം. അപ്പൊ കാണാം. നമുക്ക് നാളത്തെ കൊടൈക്കനാലിലെ വ്യൂസ് എല്ലാം കാണാം. ഗായ്സ് ഒക്കെ ബൈ. പ്രശ്നമായി. ബസ് വന്ന് കടയിലെ ഡോറും കൊണ്ട് പോയി ഗൈസ്. പോട്ടെ റൈറ്റ്. പോട്ടെ റൈറ്റ്. ഇല്ല ഗൈസ്, അവിടെ സീനായി.
வண்டியில் எடுத்துடக்கூடாதுன்னா அதை வைக்கிறது அதையும் எடுத்துட்டு போனால் നമ്മള് ബസ് കയറി ആകെ സീനായി. സുന്നയും പെമ്പിള്ളാരും സീനായി. സീനായി വള്ളിയായി. ബസ്സിലെ കണ്ടക്ടറോ ഡ്രൈവറോ അല്ല നമ്മൾ അടിച്ചത്, ഞങ്ങള് വിചാരിച്ച് ബസ്സിലെ എല്ലാരും ഫ്രണ്ടിലാണ്. പക്ഷെ പുറകിലത്തെ വർക്ക്ഷോപ്പില് ബസ്സിലെ കണ്ടക്ടർ ഉണ്ടായിരുന്നു. ആകെ സീനായി. ആ പുള്ളി കണ്ട് അവിടെ നിന്ന് ചിരിക്കുമായിരുന്നു. പക്ഷെ സുന്ന വന്ന് ചന്തിക്കിട്ട് ഒറ്റടി പോയി പണി. അപ്പൊ നമുക്ക് രാത്രി ഫുഡ് കഴിക്കുമ്പോ കാണാം. നമ്മുടെ സുന്ന പിന്നെയും കാടും ചെടിയും പടലും ഒക്കെ പറിച്ചോണ്ട് പോവാൻ പോണുണ്ട്. കയ്യിൽ ഇത്ര ഇരിപ്പുണ്ട്, എന്നിട്ടും പിന്നെയും മിക്കവാറും പോവാൻ നേരത്ത് പറക്കും തളികളെ വണ്ടി കണക്കാകും നമ്മുടെ വണ്ടി. ഗൈസ് ദേ നിങ്ങളിത് കണ്ടോ? ദേ റൂമാണ് ഞങ്ങള്. റൂമിന്റെ ഒരു ടേബിള് മുഴുവൻ കാട്, അതും കൊടൈക്കനാൽ പൂക്കൾ മാത്രം. അതിന് ഒറ്റ ഉത്തരവാദിത്തമേ ഉള്ളു. പൗഡർ ഇട്ടപ്പോൾ കൊടൈക്കനാൽ ടീം ഗൈസ്, അപ്പം നമ്മളിപ്പം വന്നിരിക്കുന്നത് കൊടൈക്കനാൽ ലേക്കിലാണ്. നല്ല തണുപ്പുണ്ട്. തണുക്കാൻ വേണ്ടിയാണ് സീരിയസ് ആയിട്ടുള്ള ഉടുപ്പിട്ടേക്കുന്നത്. മണി ഗൈസ്, നമ്മൾ ലേക്കിലെത്തി. നെക്സ്റ്റ് കൊടൈക്കനാലാ. നമ്മൾ ഗുണ കേവ്. നമുക്ക് ലേക്കിലെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് നല്ല മഴ പെയ്തു ഗൈസ്. ഞങ്ങളപ്പോ ചായ കുടിക്കാൻ കയറി ഗൈസ് ഒരു കടയില്. എന്നാ മണി നിനക്കൊരു ചായ? ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം ബ്രെഡും ജാമും ആണ് ഗൈസ്. ഓക്കെ. ഗൈസ്, നാടൻ പട്ടിയാണ്. നമ്മൾ ലേക്കിന്റെ മറ്റൊരു സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ജാക്കറ്റൊക്കെ ഉണ്ട്. നമ്മൾ കൊടൈക്കനാൽ തണുപ്പ് അനുഭവിക്കാനായിട്ട് നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് നടക്കുന്നത് അല്ലേ? പവാട വേണം, പവാട വേണം, പൂവാട വേണം. ഗൈസ്, ഇവിടെയൊക്കെ എന്തോ നടക്കുകയാണ് ഗൈസ്. ഫെസ്റ്റിവൽ ഇതുണ്ടോ? ഗൈസ്, അതിശക്തമായ കാറ്റാണ് ഗൈസ്. തണുത്തിട്ട് വയ്യ, തണുത്തിട്ട് വയ്യ. എങ്ങനെ ഇതണ്ട അടുത്ത സ്റ്റോപ്പ് ഉണ്ട. അടുത്ത സ്റ്റോപ്പ് ഇവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകണം.
ശക്തമായ കൊടുങ്കാറ്റ്. Guys, വലിയ ആയിരത്തി മുട്ടില്ലെന്ന് പറഞ്ഞാൽ പാളിപ്പോയി. നമ്മുടെ രാവിലത്തെ ഭക്ഷണം ബ്രെഡും ജാമും. ദാണ്ടേ അവിടെ ഒരു മയിൽ കണ്ടോ, കിട്ടി കിട്ടി. ഹലോ Guys, നമ്മൾ കൂടാക്കേവിലേക്ക് നടക്കുകയാണ് guys. അതിശക്തമായ കാറ്റും മഴയാണ് guys. ഇവിടെ മരമൊക്കെ മറിഞ്ഞു വീണു guys. തുടരെയുള്ള കാഴ്ചകൾ ഞങ്ങൾ ഇപ്പോൾ കാണിക്കാം. ചോളം 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 തണുപ്പത്തെ ഒരു ചൂട് ചോളം വറുത്തിട്ട് നല്ലോണം. ചെമ്പാട് ചെപ്പും പോകാം. ഒന്ന് വീഡിയോ എടുത്തേടാ. ഗൈസ്, അതിശക്തമായ കാറ്റാണ് ഗൈസ്, അതിശക്തമായ കാറ്റ്. നോക്കൂ, ആകാശ് കുറച്ച് ചോളം കൊടുക്കൂ. ഒരു കഴി അല്ലേ നല്ലൊരു വീഡിയോ. ഗൈസ്, കൊടും കാറ്റ്. വരാൻ പറ്റിയ അന്തരീക്ഷമാണ്. അതെ അതെ, ഗുണാക്കേവിൽ വരാൻ പറ്റുന്ന അന്തരീക്ഷം. ചെമ്പാന് ചെപ്പുണ്ടോ വന്നാൽ നീ എന്റെ ഇന്നമായി വന്നാൽ മാറിപ്പോയതല്ലോ മാറിപ്പോയതാ ഒരു പിന്നമാണോ. അപ്പൊ ഗുണാക്കേവിൽ എത്തിയിട്ട് കാണാം. ഗുഡ് ബോയ് ഗുഡ്